നമ്മുടെ ബാലയുടെ ഡാക്കു മഹാരാജ് നമ്മുടെ ബാലെ 12-ാം തീയതി റിലീസാണ്. സോ അവർ ഒരു റിലീസ് ട്രെയിലർ അനുബന്ധിച്ച് ഒരു റിലീസ് ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓ ഡാക്കു വഴിയല്ലോ. പ്രഗ്യ മറ്റേ നേരത്തെ പടത്തിലുള്ള. അതെ. സോ ഡാക്കു മഹാരാജിന്റെ റിലീസ് ട്രെയിലർ നമുക്ക് അതൊന്ന് കണ്ടോക്കാം. ഇപ്പോൾ വന്നതേ ഉള്ളൂ. 1 hour 7 ലക്ഷം വ്യൂ. ഓ കത്തിച്ചേക്കോ അത്. ഓ അണ്ണന് നല്ല റോളുണ്ടെന്ന് കേട്ടോ. ഇത് സബ്ടൈറ്റിൽ ഇല്ലേ? ഒരു ബുള്ളറ്റ്, ഒരു കത്തി കൊണ്ടുള്ള മുറിവ്, ഇതൊന്നും കിട്ടിയിട്ട് പുള്ളി കത്തില്ല. അപ്പം പിന്നെ മനുഷ്യല്ല, പുള്ളി വൈൽഡ് ആനിമൽ ആണെന്നാണ്. പെങ്ങളായിരുന്നല്ലേ അതൊന്നും, ഞാൻ മകളാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഓ ഇതാ മറ്റേ പാട്ടെന്ന് തോന്നല്ലേ, ഡബ്ബിയൊക്കെ കണ്ടുകഴിഞ്ഞാ രാജസ്ഥാനാന്ന് തോന്നുന്നു മൊത്തം. മറ്റേ സാധനം പോലെ ഉണ്ട്. ഓനെ ഇത് തിയേറ്റർ വൈബാ, രോമാഞ്ചം പരിപാടി ആയിരിക്കും മൊത്തത്തിൽ കണ്ട. റോറിങ്. ആക്ച്വലി രാംചരണിന്റെ ഗെയിം ചേഞ്ചറിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട്, അല്ല ഐ മീൻ ഇത് പോരാ, ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് ബാലയ്യയുടെ പടങ്ങൾ നിങ്ങൾ ആസ്വദിക്കുകയാണോ ചോദിച്ചാൽ അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ബാലയ്യ സിനിമയുടെ പ്രത്യേകത അത് അങ്ങനെയാണ്. അതിനകത്ത് അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്, അത് അവർ 100% ഡെലിവറി ചെയ്യും. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനെങ്കിൽ ഒരു സീൻ കണ്ടാൽ നമുക്ക് രസം തോന്നുന്നൊരു സീൻ പുള്ളിയുടെ പടത്തിലുണ്ടാവും. അതൊരു രസമുള്ള പരിപാടിയാണ്. അങ്ങനത്തെ ഒരു സീൻ പോലും ഈ ഗെയിം ചേഞ്ചറിൽ ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ടാണ് ആ റിയാക്ഷൻ റിവ്യൂവിൽ ഞങ്ങൾ സംസാരിച്ചു. റിയാക്ഷൻ ഗെയിം ചേഞ്ചർ റിവ്യൂ പാർട്ട് 2 ആയിക്കൊണ്ടിരിക്കുക. അതെ, അല്ല ഞങ്ങൾ ഇനി ഈ സിനിമ കണ്ടിട്ടും 12-ാം തീയതി റിലീസാണ്, ഞായറാഴ്ച റിലീസാണ്. പടം കൊച്ചി പോയി കണ്ടിരിക്കും. കൊച്ചി റിലീസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കും, റിവ്യൂ ഇട്ടിരിക്കും. ഞാൻ ആരും അതിൽ ഞാൻ പോവും. ബാലയുടെ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. ചിലപ്പോൾ ഇവരുടെ കാണാൻ പോകും, പക്ഷെ റിവ്യൂവിൻ്റെ കാര്യം അറിയില്ല. അതെ. സോ ഡാക്കു മഹാരാജ് നമ്മുടെ 12-ാം തീയതി റിലീസാണ്. മറ്റന്നാൾ. ഇത് ഇതിലും ബെറ്റർ കട്ട് മറ്റേതായിരുന്നു, ട്രെയിലർ കട്ടായിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് വെറുതെ കുറച്ചുകൂടെ വിഷ്വൽ കാണിക്കുക ആൾക്കാരെ, അത്രേ ഉള്ളൂ. ഒരു പ്രൊമോഷൻ്റെ ഒരു മെറ്റീരിയൽ. രാജസ്ഥാൻ പരിപാടിയൊക്കെയാണ്, സെറ്റിങ്ങും പരിപാടിയൊക്കെ ഭയങ്കര വ്യത്യാസമായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട. ഇവർക്കൊരു സെറ്റപ്പ് ഉണ്ടോ ചേട്ടാ? ഒരു സീൻ ഒരു സെറ്റപ്പ് ഉണ്ടോ ഇങ്ങനെ? അതായത് ഇപ്പൊ നായകനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കാണിക്കുന്ന കത്തിയാണെങ്കിലും അതിനൊരു ബിൽഡപ്പ് ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ഈ സീൻ സംഭവിക്കുന്ന ഒരു രസം, ഇങ്ങനെ ഒരു സീൻ അങ്ങനെ. ഇതായിരുന്നു മറ്റേ പടത്തിൽ ഇല്ലായിരുന്നു. ഈ പുള്ളിയുടെ പടങ്ങളിൽ മറ്റേ ഫാസ്റ്റ് കട്ടിന്റെ ഇഷ്യൂസ് ഉണ്ട്. ഏതാ? ചടപട കട്ട് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന് ലാസ്റ്റ് മുമ്പ് വന്ന പടത്തിലൊന്നും ഇല്ലായിരുന്നു. മറ്റേ അഖണ്ഡയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന പടത്തിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ക്യാമറ വർക്ക് പുള്ളിയുടെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് പടങ്ങളായിട്ട് ഭയങ്കര രസമായിട്ട് ടെക്നിക്കലി അവര് ഭയങ്കര 100 കോടി ബേസ്ഡ് പടങ്ങളാണ്. സോ എനിവേ ജനുവരി 12-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് ഡാക്കു മഹാരാജ് റിലീസുണ്ട്. FTFS ലോക്ക്ഡൗൺ. ഇതിന് വേറെ മൂഡാണ്. എന്ത് മൂഡ്? ബാലയ്യ മൂഡ്. ഒന്നെങ്കിൽ നടുവടിക്കുന്ന സ്റ്റെപ്പെങ്കിലും കാണാം. അതെ.